ഹായ് അക്ഷയ്. ഹായ് ചേട്ടാ, നമസ്കാരം. തൃശ്ശൂർ സ്ലാങ് ഭയങ്കര രസമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് അതെ അതെ, പ്രൊഡ്യൂസർ എൻ്റെ പറഞ്ഞു. വീട് ചാലക്കുടിയാണ്. ആ നമ്മുടെ സ്വന്തം മണിച്ചേൻ്റെ നാട്ടുകാരനാണ് ഞാൻ. ഓ എനിക്കതൊരു ഭയങ്കര ഒരു പ്രൗഡായിട്ടൊരു കാര്യമാണ് ആക്ച്വലി. ആ അങ്ങനെ അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ അവിടെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് മണിച്ചാൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കർണാട്ടിക്കിലേക്ക് തിരിഞ്ഞ് പിന്നെ അങ്ങനെ ആ ഒരു വേക്കൂടെ പോയി. അങ്ങനെ ഉം. ഈ ആൽമരത്തിലെത്തുന്നത് കോളേജിലെത്തുമ്പോൾ. കോളേജിൽ എംഎക്ക് പഠിക്കുമ്പോൾ അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ടിക്ടോക്കൊക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അവനൊരു പാട്ട് പാടിയപ്പോൾ എന്നെ ഒരു കോറസിനായിട്ട് നിർത്തിയതാണ് ആക്ച്വലി. എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കറാന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് അങ്ങനെ പിന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഏറ്റവും അവസാനത്തെ ആളാണ് ആൽമരത്തിത്തെ ഞാൻ. അങ്ങനെ നീയും ആൽമരമായി. ആൽമരത്തിൽ കയറി പറ്റി. അത് കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയാണ്. അപ്പോൾ ഈ ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക് ഈ പറയുന്ന പോലെ ചാലക്കുടി ആയതുകൊണ്ട്. അതെ അതെ, മ്യൂസിക്കിൽ ചെറിയ പാടും. ചെറുപ്പത്തിലെ അമ്മയൊക്കെ അത്യാവശ്യം പാടുമായിരുന്നു. അപ്പം അങ്ങനെ. അമ്മ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അമ്മയുടെ ചേട്ടൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അമ്മ പാടും. അങ്ങനെ പിന്നെ ആ വഴി എനിക്ക് കിട്ടി കുറച്ച്. പിന്നെ ക്ലാസ് 3ാം ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ നമ്മൾ പാട്ട് കർണാട്ടിക് പഠിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ കണ്ടിന്യൂവേഷൻ ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ചേട്ടാ. അതായത് എന്താ പറയുക, പിന്നെ കുറച്ച് നാൾ ചെണ്ടയോടൊക്കെ കുറച്ച് ക്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ പി ജിക്ക് വന്നപ്പോഴാണ് എന്താണ് സംഗീതത്തിനെ പറ്റി കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാനും അവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെയാണ് കുറച്ചുകൂടി ഡെവലപ്പ് ആവാൻ തുടങ്ങിയത്. പിന്നെ ആൽമരത്തിലേക്കൊരു അതും ഒരു എൻട്രി ആയി. അങ്ങനെ ഒരു വേ കിട്ടി. ശരിക്കും വേറൊക്കെ റൂട്ടിൽ കൂടെ പോകേണ്ട ഒരാളായിരുന്നു ഞാൻ ആക്ച്വലി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ മെയ്സൺ കോൺട്രാക്ടർ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഒരു നിൽക്കണ ഒരു സമയം ഉണ്ടായിരുന്നു ആക്ച്വലി. ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇനി കൂടാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരെ കാര്യങ്ങൾ പോയതായിരുന്നു. അതിനുശേഷം ഈ MAക്ക് കിട്ടിയതാണ് എൻ്റെ ഒരു ടേണിങ് ആയത് ആക്ച്വലി. അച്ഛൻ്റെ കൂടെ ഏതെങ്കിലും സമയത്ത് പണിക്ക് പോയിട്ടുണ്ടോ? അച്ഛൻ്റെ കൂടെ ഈ സൂപ്പർവൈസിംഗ് ആയിട്ടൊക്കെ ഭായിമാരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തപ്പോ ഹിന്ദി അച്ഛൻ പറയണത് കേട്ടിട്ട്, അല്ലാണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ എങ്ങനെയാ കമാൻഡ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ നമ്മൾ പറയില്ലോ ക്യാ കറത് പോയി കാം കറോ അങ്ങനെയൊക്കെ പറയും. അല്ല, അപ്പൊ അവര് തിരിച്ചു പറയുമല്ലോ, അത് കേട്ടാൽ മനസ്സിലാവും അല്ലേ? കുറച്ചൊക്കെ തൊട. അപ്പൊ വരട്ടേണ്ടി വന്ന എന്ത് ചെയ്യും? സൂപ്പർവൈസർ ആകുമ്പോ ഇതെല്ലാം മോണിറ്റർ ചെയ്യണം. അല്ല, അത് ചിലതൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അവർക്ക് കാര്യം ഷൗട്ടിങ് ആണെന്നൊരു എക്സ്പ്രഷൻ കൊണ്ട് മനസ്സിലാക്കില്ല. അപ്പൊ ഷൗട്ട് ചെയ്യുമോ? ചെറുതായിട്ടൊക്കെ. അവര് ചില സമയത്ത് അവരുടെ ഒരു ഇത് ശരിയല്ല. നമ്മൾ വർക്ക് ചെയ്യണതൊന്നും അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമല്ലോ. നമ്മൾ എന്ത് പറയും? അല്ല, എന്താ അങ്ങനെ നിൽക്കണേ, അവർ വെറുതെ നിൽക്കുമായിരിക്കും. നമ്മളത് പണി ചെയ്യേണ്ട സമയത്ത് പണി തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ പറയുമ്പോൾ അച്ഛനെ കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കണേ. അപ്പോൾ അച്ഛൻ 8ാം ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ പണി കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ്. അച്ഛൻ അങ്ങനെ ഒരു മനുഷ്യനാണ് ആക്ച്വലി. ഓ, അത് രസമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ അതെ. ഈ പാട്ടിന്റെ എക്സ്പീരിയൻസിൽ ആൽമരം ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ ഷോ എന്ന് പറയുന്നത് കുറെ കൂടെ ആളുകൾ ശ്രദ്ധിക്കുന്നതും കാണുന്നതുമാണ്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ കുറെ കൂടെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ വേണം. ഗ്രൂമിങ് ഓൾറെഡി കിട്ടുമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്തായിരിക്കും? ശരിക്കും കൂടുതലായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ. ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി പഠിക്കുക, അങ്ങനെയാണ് ഞാൻ കൂടുതൽ എല്ലാ കാര്യത്തിൽ നിന്ന് അങ്ങനെയാണ് പഠിക്കാൻ. എന്തൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ നമ്മളൊരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള സംഭവം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇതിനകത്തേക്ക് വന്നു. പക്ഷേ ഇതൊരു ഉത്തരവാദിത്വം അല്ലേ? അതെ, അത് മാക്സിമം നന്നായിട്ട് ചെയ്യുക. നമ്മുടെ 100% ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇതിലെന്ന് വെച്ചാൽ ഹെറ്റിക് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയം കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു പ്രത്യേക ജോണറിലുള്ള പാട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഡെഡിക്കേഷൻ ആവശ്യമാണ്. അതൊക്കെ എങ്ങനെ മറികടക്കുമെന്നാണ് വിചാരിക്കണേ? എന്നെ കൊണ്ട് പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. മാക്സിമം ഞാൻ എന്താ പറയുക, എന്നെ തന്നെ ഞാൻ അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. എൻ്റെ ചിരി സൂപ്പറാണ് കേട്ടോ. താങ്ക്സ് ചേട്ടാ. നിനക്ക് കോൺഫിഡൻസ് വരുത്താൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നീ നന്നായിട്ട് ചിരിച്ചാൽ മതി. ഈ ജഡ്ജസ് ഒക്കെ മാർക്ക് കൂടുതൽ തരും, ഉറപ്പാണ്. ശരത് സാർ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയാൻ വരികയാണെങ്കിൽ ചിരിക്കുക ചമ്മാതെ. അപ്പോൾ സാറ് പറയും കുഴപ്പമില്ല മോനെ, നമുക്ക് അടുത്ത് ശരിയാക്കാന്ന് പറയും.
ശരിക്കും ഈ കോളേജിലൊക്കെ ഈ ചിരിയെ കുറിച്ച് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? കുറേ പേര് പറഞ്ഞു, കുറച്ച് കുറേ പേരുന്നില്ല, കുറച്ച് പേര്. അപ്പം നീ അറിഞ്ഞോണ്ട് ചിരിക്കണാണല്ലേ? അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് ചിരിച്ചു പോണതാ. ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു ചിരി കൊണ്ട് അങ്ങോട്ട് മേക്ക് ഓവർ മറികടക്കാൻ പറയാം. അതെ, ഈ പാട്ടൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാനാണോ ശ്രമിക്കുന്നത്? അതെ നമ്മളിത് അനുകരിച്ച് മുമ്പോട്ട് പോയാൽ മതി, കുറച്ചൊരു ഈ ആൽമരത്തിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം പഠിച്ചാൽ മതി എന്നാണോ? എങ്ങനെയാണ് കരുതണേ? അതായത് മുമ്പുള്ളൊരു തിയറി അല്ല ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം നമുക്ക് എന്താണെന്ന് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഗ്രൂമിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്. അത് സാറും ടീച്ചറും കൂടി പറഞ്ഞ്, രൂപേഷ് സാറും രജി ടീച്ചറും കൂടി പറഞ്ഞു തന്നത് ഭയങ്കര നമുക്കൊരു എന്താ പറയുക, നമുക്ക് ലൈഫ് ലോങ് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് ഇപ്പോൾ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി അതാണ് സംഭവം. പക്ഷേ എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഈ ഷൂട്ട് ഷെഡ്യൂളിനുള്ളിൽ ഈ കാര്യങ്ങളെ കാണണമെന്നുള്ളത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്, ഒരു ചെറിയ കളിയല്ല. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ ആയിട്ട് വരികയാണെങ്കിൽ അത് മറികടക്കണമല്ലോ. അപ്പോൾ അത്രയും എനർജി കാണിക്കണം. അപ്പൊ എനർജി കാണിക്കാൻ റെഡി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടില്ല. എന്തായാലും ഇറങ്ങി അതിന്റെ ഒരു എന്താന്ന് വെച്ചാൽ നോക്കി കണ്ടങ്ങനെ ചെയ്യാം. ഈ നാട്ടിലൊക്കെ കിട്ടിയെന്നുള്ള വാർത്ത, ഇതിനകത്തേക്ക് വരുന്നുള്ള വാർത്ത സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞല്ലോ. ഈ ആൽമരം ഫേമസ് ആണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് അവരുടെയൊക്കെ റെസ്പോൺസ്? എന്താണ് എല്ലാവരും പറയണേ? നല്ല രീതിയിൽ ചെയ്യ്, നിന്റെ മാക്സിമം ഇട്ട് ചെയ്യ്, അങ്ങനെ തന്നെ പറയണേ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ ആരും അങ്ങനെ ഒരു ബാഡായിട്ട് അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ നീ പോകണ്ട അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ല കൂളായിട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കണം. എനിക്ക് ചേട്ടനോടൊരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഈ ലിറിക്സ് കാര്യങ്ങളൊക്കെ, ചേട്ടൻ എങ്ങനെ ആ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ചെന്ന് ആ ഒരു സംഭവം അത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എങ്ങനെ ചേട്ടൻ പറയുന്നത്? കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെയല്ല, ഇത് മതിയടാ, ഇത് പോതും, നീ ആ വേദി കീഴടക്കിയിട്ട് വരും എന്നുള്ളത് എനിക്ക് വിശ്വാസമാണ്. ഞാൻ ലിറിക്സ് ഒബ്സർവ് ചെയ്യുന്നത് ചെറുപ്പത്തിൽ തുടങ്ങിയതാ. പക്ഷെ അന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ആ ചെറുപ്പത്തിലൊക്കെ ചെയ്ത കേട്ട പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ചെന്നിട്ട് കൽബിലെത്തിയതാണോ കൽബിലെത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ എടാ ഇതാണോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം തിരിച്ച് റഫീഖ് സാർ ചോദിക്കും. ആ പ്രോസസ്സാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഞാൻ കേട്ട പാട്ടുകൾ മാത്രമല്ലല്ലോ അവരുടെ പാട്ടുകൾ. അപ്പോൾ നമ്മൾ പഠിക്കണം. അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് അവിടെ പോയിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ നല്ല തല്ലി കിട്ടും. എന്നാലും ചേട്ടൻ്റെ ഒബ്സർവേഷനും ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പോലത്തെ പരിപാടി അല്ല ചേട്ടൻ ഇങ്ങനെ ഒരു ഇതായാലും ചേട്ടനെ പറ്റി രണ്ടു വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയൊരു കാര്യം ചേട്ടൻ്റെ ഒരു നിലപാടാണ്. ആക്ച്വലി എനിക്ക് അതിൽ ചേട്ടൻ അടിപൊളിയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നിയൊരു, അതായത് ചേട്ടൻ്റെ വീഡിയോസൊക്കെ കണ്ടതെന്ന് എനിക്കൊരു മനസ്സിലായൊരു സംഭവമാണ് അത്. ചേട്ടനെ എന്താ പറയാ, അടിപൊളിയാണ്. ഇവനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന എന്നെ അവൻ ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെയല്ല പൊളിക്കുമോനെ. എനിക്ക് പറയാനുള്ളത് ഈ വേദി അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ ചെയ്യ്. എക്സ്പ്ലോർ ചെയ്യാല്ല, ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ. ഇത്തരം വേദികളൊക്കെ ഇട്ട് വിടരുത്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടിച്ച് പിടിച്ചോളണം, പെർഫോം ചെയ്യ്.